ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഗൂഗിൾ ഫോട്ടോസ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. എന്താണ് ഗൂഗിൾ ഫോട്ടോസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. ഇത് പുതിയ എല്ലാ ആൻഡ്രോയിഡ് ഫോണും നമ്മൾ കാണുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും അതുപോലെ മറ്റ് ഫയലുകളുമെല്ലാം സേവ് ചെയ്ത് വെക്കാനും അങ്ങനെ ചെയ്താൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് കീപ്പ് ചെയ്യാനും സാധിക്കും. അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അത് മനസ്സിലാകാൻ ഈ വീഡിയോ മുഴുവനായും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെയായി കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനെ ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഫോട്ടോസുകളെല്ലാം ഇതിൽ കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ കളറിൽ ഒരു സൈനിങ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യുക. ഞാനിത് മുമ്പ് ഇതിൽ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ എൻ്റെ ഇമെയിൽ ഐ ഡി വന്നിരിക്കുന്നത്. നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൺഫേം കൊടുക്കുക. ഇല്ലെങ്കിൽ ഇവിടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കാനുണ്ടാവും. അത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് താഴ്ഭാഗത്തായി 4 ഓപ്ഷൻ വരും. ഫോട്ടോസ്, ആൽബംസ്, അസിസ്റ്റൻസ്, ഷെയറിങ്, ഇങ്ങനെ 4 ടാബ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ ഈ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത ഫോട്ടോസുകൾ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. ഇല്ലാത്തവർക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി അതിലുള്ള ആദ്യം കണ്ട അതേ ഫോട്ടോസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇതെല്ലാം നമുക്ക് സേവ് ചെയ്ത് നമ്മളെ ഫോണിൻ്റെ മെമ്മറി ഫ്രീ ആക്കാം. ഇതിൽ ഫോട്ടോയോ വീഡിയോ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് ഈ ഗൂഗിൾ ഫോട്ടോസിൽ അപ്ലോഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും ആ ബാക്കപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ആവശ്യമുള്ളിടത്ത് വെച്ച് നമുക്ക് ആ ഇമെയിൽ ഐ ഡി ഈ ഗൂഗിൾ ഫോട്ടോസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്ത് വെച്ച ഫോട്ടോസുകളാണ്. അത് ആഡ് ചെയ്യാൻ നമ്മൾ ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് എന്നതിൽ എടുക്കുക. സെറ്റിങ്സ് എന്നതിൽ നിന്നും ബാക്കപ്പ് ആൻഡ് സിങ്ക്രണൈസ്, ഇത് ഓൾറെഡി ഇതിൽ ഓണാണ്. ഓഫാണെന്നുണ്ടെങ്കിൽ ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലൊരു ഫോട്ടോ എടുത്താൽ മൊബൈലൊരു ഫോട്ടോ എടുക്കുക. നമുക്ക് ഈ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫോട്ടോസ് ഇവിടെ വന്നപ്പോൾ ഇതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ഫോർ വൈഫൈ എന്ന് കാണിക്കും. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് പോയിട്ട് ഈ ഫോട്ടോസ് എന്നുള്ളത് ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ സെല്ലുലാർ ഡാറ്റ ബാക്കപ്പ് എനേബിളായി ഫോട്ടോസിന്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ ബാക്കപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഓട്ടോ സിങ്ക്രണൈസ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ഫോട്ടോ എടുത്താലും അതല്ലെങ്കിൽ എപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഇമെയിൽ ഐ ഡിയിലേക്ക് സേവ് ആവുന്നതാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നും അത് ഡിലീറ്റ് ചെയ്താലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ആക്കി ഈ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ ഇമെയിൽ ഐ ഡിക്ക് മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി ഒരു ഇമെയിൽ ഐ ഡിക്ക് 15 GB ആണ്. ആ 15 GB ഫുള്ളാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിങ്ക്രണൈസ് എപ്പോഴും ഓണാക്കാതെ വെക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം സിങ്ക്രണൈസ് ഓഫാക്കുക. ഓഫാക്കിയതിന് ശേഷം എങ്ങനെയാണ് ഫോട്ടോകളും വീഡിയോകളും അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇപ്പോൾ എടുത്ത ഫോട്ടോസ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഗാലറി ഓപ്പൺ ആക്കുക. ഗാലറി ഓപ്പൺ ആക്കി ഇപ്പോൾ എടുത്ത ഈ ക്യാമറയിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യുന്നു. ഈ ഫോട്ടോ അതിൽ നിന്നും നമ്മുടെ മൊബൈലിൽ നിന്നും പോയിട്ടുണ്ട്.
ഇനി നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ആക്കാം. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ആക്കിയപ്പോഴും നമുക്ക് ആ ഫോട്ടോ ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ ഈ ഇമെയിൽ ഐ ഡി ലോഗ് ഔട്ട് ചെയ്താൽ അപ്പോൾ ഈ ഫോട്ടോസ് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഇമെയിൽ ഐ ഡി എപ്പോൾ കൊടുക്കുന്നോ അപ്പോൾ നമുക്ക് ആ ഫോട്ടോസ് കാണാൻ പറ്റും. അതിനർത്ഥം നമ്മളെ മൊബൈലിലല്ല ഇപ്പോൾ ഈ ഫോട്ടോ സേവ് ആയിട്ടുള്ളത്, അത് ഇമെയിൽ ഐ ഡിയില്ല. ഗൂഗിൾ ഫോട്ടോസിൽ ഇമെയിൽ ഐ ഡിയിലാണ് നമുക്ക് ഈ ഫോട്ടോ സേവ് ആയിട്ടുള്ളത്. ഇതുപോലെ വീഡിയോകളും ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ഈ സെറ്റിങ്സിൽ നിന്നും സിങ്ക്രണൈസ് ബാക്കപ്പ് ആൻഡ് സിങ്ക്രണൈസ് എന്നുള്ളത് ഓഫാക്കുക. ഓഫാക്കിയതിന് ശേഷം ഇനി നമ്മൾ ഫോട്ടോ എടുത്താലോ വീഡിയോ എടുത്താലോ അത് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് അപ്ലോഡ് ആവുകയില്ല. ബാക്കപ്പ് ആൻഡ് സിങ്ക്രണൈസ് ഇസ് ഓഫ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. ഇത് ഓൺ ആക്കിയാലേ ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനുള്ള മെച്ചം നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ, ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അതിൽ മറ്റെന്തെങ്കിലും ഫയലുകളാണെങ്കിലും ആവശ്യമുള്ള ഫയലുകൾ മാത്രം അപ്ലോഡ് ചെയ്ത് വെക്കാൻ, സേവ് ചെയ്ത് വെക്കാനുള്ള പറ്റുന്നതാണ് ഇങ്ങനെ ഓഫാക്കി വെച്ചാൽ. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ആക്കിയാൽ അവിടെ കാണാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ക്ലൗഡിൻ്റെ നേരെ ഒരു ആരോ മാർക്ക് കാണുന്നത്. അതിനർത്ഥം ഇത് അപ്ലോഡ് ആയിട്ടില്ല. ഇത് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആണ്, അതിന് നേരെ അത് കാണുകയില്ല. ഇതൊക്കെ അപ്ലോഡ് ചെയ്ത ഫോട്ടോകളാണ്, അപ്ലോഡ് ചെയ്ത ഫോട്ടോന് നേരെ കാണുകയില്ല. ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് കാണുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഇമെയിൽ ഐഡിയിലേക്ക് ഇത് അപ്ലോഡ് ആവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഗാലറി ഓപ്പൺ ആക്കിയിട്ട് ഗാലറിയിൽ പോയി ആ ഫയൽ ഓപ്പൺ ആക്കുക. അതിനുശേഷം ലോങ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്ലോഡ് ടു ഫോട്ടോസിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഫയലിൻ്റെ സൈസ് കാണിക്കും. ഇവിടെ ക്യാൻസൽ അപ്ലോഡ് എന്നുണ്ടാവും. അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ആയതായിട്ട് കാണാൻ പറ്റും. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അപ്ലോഡിങ് തീരാറായിട്ടുണ്ട്. അപ്ലോഡ് കംപ്ലീറ്റഡ്. അപ്പോൾ ആ ഫോട്ടോ അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫോട്ടോ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ആ ഫോട്ടോയെ നമ്മൾ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഗൂഗിൾ ഫോട്ടോസിൽ പോയിട്ട് ഗൂഗിൾ ഫോട്ടോസിൽ ഇത് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്ത ഫോട്ടോ, ഇത് രണ്ടാമത് സിങ്ക്രണൈസ് ഓഫ് ആക്കിയതിന് ശേഷം അപ്ലോഡ് ചെയ്ത ഫോട്ടോ. രണ്ട് ഫോട്ടോകളും വ്യത്യാസം കാണുന്നുണ്ടാവും. ഇത് സിങ്ക്രണൈസ് ഓഫ് ആക്കിയതിന് ശേഷം അപ്ലോഡ് ചെയ്ത ഫോട്ടോയാണ്. ഇത് അതിന് മുമ്പ് സിങ്ക്രണൈസ് ഓണാക്കി ആയിട്ട് അപ്ലോഡ് ആയതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് സിങ്ക്രണൈസ് ഓണാക്കി കഴിഞ്ഞാൽ എന്തൊരു ഫയൽ നിങ്ങളുടെ മൊബൈലിൽ വന്നു കഴിഞ്ഞാലും, അത് വാട്സാപ്പിലായാലും എങ്ങനെയായാലും, പിന്നെ ഫോട്ടോ എടുത്താലും എങ്ങനെയായാലും വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇമെയിൽ ഐഡിയിലേക്ക് അപ്ലോഡ് ആവുകയും ഇമെയിലിലെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ആ സിങ്ക്രണൈസ് എന്നുള്ളത് നേരത്തെ കാണിച്ച പോലെ ഓഫാക്കി അതിന് ശേഷം ആവശ്യമുള്ള ഫയലുകൾ നിങ്ങൾ ഗാലറിയിൽ പോയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ടു ഫോട്ടോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ മാത്രം അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ഇമെയിലിലെ സ്റ്റോറേജ് കീപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായി കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സൗജന്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ ടെക്നോളജി വീഡിയോകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.